ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നുള്ള 100% ആളുകളും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ. നമ്മൾ എന്ത് വർക്കായി കഴിഞ്ഞാലും കിച്ചണിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആ സമയങ്ങളിലൊക്കെ മൊബൈൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സന്തത സഹചാരി തന്നെയാണ് മൊബൈൽ. അപ്പോൾ നമ്മൾ ഒട്ടും സൂക്ഷിക്കാതെ ഫോണൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീനിനൊക്കെ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫസ്റ്റത്തെ ടിപ്പ്. അതിനായിട്ട് ഞാൻ മോൻ്റെ ഒരു സോക്സാണ് എടുത്തിട്ടുള്ളത്. അത് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മടമ്പ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം സോക്സ് നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ഞാൻ ഇതിനുള്ളിലേക്ക് എൻ്റെ ഫോണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ സോക്സിനുള്ളിലേക്ക് മൊബൈൽ ഫോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കുറച്ച് ഭാഗം പുറത്തേക്കാണ് മൊബൈൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സോക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിലോ അതല്ലെങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിലോ അതിൻ്റെ സ്ക്രീനിനോ ഒന്നും ഒട്ടും ഡാമേജ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ച് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിലൊക്കെ നമ്മൾ ഫോൺ വെക്കുന്ന സമയത്ത് ഫോണൊക്കെ തട്ടി മുട്ടിയൊക്കെ അതിന് സ്ക്രാച്ച് വീഴാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു സോക്സിനുള്ളിലേക്ക് ഫോൺ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഏത് അറയിലാണോ നിങ്ങൾക്ക് ഫോൺ വെക്കുന്നത് സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതാ ഫോണൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഹാൻഡ് ബാഗിൻ്റെ പുറമേ ഉള്ള ആ ഒരു അറയിലാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു സോക്സും ആ ഒരു ബാഗിൻ്റെ തുണിയും കൂടി കൂട്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച ഭാഗത്തിന് ഫോൺ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. താഴേക്ക് വീണ് നമ്മൾ തിരയേണ്ട ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ആ ഒരു സോക്സ് നല്ല കട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ സ്ക്രീനിന് വരികയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ട്രിപ്പിലോട്ട് പോവാം. നമ്മളെല്ലാവരും കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള ഓയിൽ ബ്രഷുകൾ. നമ്മൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഓയിലിൻ്റെ അംശമൊക്കെ അതിലുണ്ടെങ്കിൽ നിറയെ ഉറുമ്പുകൾ വരാറുണ്ട് അല്ലേ. അതല്ലെങ്കിൽ പാറ്റ, പല്ലി, എലിയൊക്കെ നക്കി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് നമുക്ക് ബ്രഷ് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് ഞാനിതാ മിൽമയുടെ നെയ്യുണ്ടല്ലോ അതിൻ്റെ ഒരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. കത്തി നല്ലപോലെ ചൂടാക്കി ആ ഒരു ബോട്ടിലിൻ്റെ ലിഡിന് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് ലൂസാവരുത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഹോൾ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ അതിനുള്ളിലൂടെ ഉറുമ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹോൾ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ലിഡൊന്ന് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഹോൾ കുറച്ച് വലുതായിട്ടുണ്ട്. നിങ്ങൾ ഹോളിടുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു ഹോളിനുള്ളിലൂടെ ഞാൻ ഈ ഒരു ഓയിൽ ബ്രഷ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഹോളിലൂടെ ആ ബ്രഷ് ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഓയിലും ബ്രഷൊക്കെ ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓയിൽ ബ്രഷിലോ അതല്ല ബ്രഷ് നക്കേ അതല്ലെങ്കിൽ അതിൽ എലിയോ പല്ലിയോ പാറ്റയോ ഉറുമ്പോ ഒന്നും വരില്ല കേട്ടോ. ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വീണ്ടും അപ്പം ചുടുന്ന സമയത്ത് അത് യൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കിച്ചണിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണെന്ന് നോക്കാം. നമ്മുടെ മിക്സി ജാറിൻ്റെ ലിഡ് പല ആളുകൾക്ക് ലൂസായിട്ട് വരാറുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വാഷർ മാറ്റിയൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ആ ഒരു ലിഡിൽ ഇതുപോലെ 1-2 റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ലിഡ് നല്ല പോലെ നമുക്ക് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ.
ആദ്യം ഞാൻ ഒറ്റ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അത് ലൂസായതുകൊണ്ട് ഞാൻ 2 റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ലിഡ് നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മിക്സി ജാറിൻ്റെ ലിഡൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി അടുത്തതായിട്ട് ഓയിൽ ക്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഓയിൽ ക്യാനിൻ്റെ ഒക്കെ ബോട്ടിലിന് പുറമെ ഒഴിച്ചിട്ടോ ഒക്കെ ഓയിലി ആയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓയിലി കാരണം താഴെ വീണ് ഓയിലൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വശം ഒന്ന് മടക്കി ആ ഒരു ബോട്ടിൽ, ആ ഒരു ഓയിൽ വെച്ചിട്ടുള്ള ബോട്ടിലുണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ഒരു ടോപ്പിലായിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് വലിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പൊങ്ങി നിൽക്കുന്ന ഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ ഈ അടിവശത്ത് കൂടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ബോട്ടിലിൻ്റെ ടോപ്പിലും അടിയിലുമായിട്ട് 2 റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഓയിൽ പുറമേ ഉണ്ടെങ്കിൽ പോലും കയ്യിൽ നിന്ന് വീഴാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഈ ഒരു തുണി ഊരി കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ചൊറിയുന്ന ചേന, ചേമ്പ് പോലെയുള്ള പച്ചക്കറികൾ, അതല്ലെങ്കിൽ കൂർക്ക പോലെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ കയ്യിലൊക്കെ കറ പിടിക്കുന്ന പച്ചക്കറികൾ, ഇതൊക്കെ നന്നാക്കുമ്പോൾ ചൊറിച്ചിലില്ലാതിരിക്കാനും കറ പിടിക്കാതിരിക്കാനും ഉള്ളൊരു സിമ്പിൾ റെമഡിയാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നന്നാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നാക്കി കഴിഞ്ഞാലുണ്ടാവുന്ന ചൊറിച്ചിലും അതല്ലെങ്കിൽ കൈൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുന്ന കറയൊക്കെ നമുക്ക് ഇല്ലാതെയായി കിട്ടും കേട്ടോ. മാത്രമല്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ ഇതുപോലെ വെളിച്ചെണ്ണയും മഞ്ഞളൊക്കെ മിക്സ് ചെയ്തിട്ട് തേച്ച് കുളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ചർമ്മത്തിന് തന്നെ അത് നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ഒരുപാട് ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ശല്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് പറ്റിയ റെമഡി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. തന്നെ നമുക്കതിനായിട്ട് വേണ്ടത് കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഷാളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കിഴിയാക്കി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു തുണിയുടെ 4 സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് കിഴിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു തട്ടത്തിൻ്റെ ബാലൻസ് വന്ന പോർഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. കെട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം കെട്ടി എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലൂസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കെട്ടി എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഉറുമ്പ് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ കിച്ചണിൽ ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഒരു കിഴി റെഡിയാക്കി എടുത്തിട്ട് ഉറുമ്പ് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ അതല്ലെങ്കിൽ ഉറുമ്പ് ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം ഈ കിഴി ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. തട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഉറുമ്പുകളെല്ലാം നമുക്ക് മാറി കിട്ടും കേട്ടോ. ഉറുമ്പ് വരാൻ ചാൻസ് ഉള്ള കോർണറുകളിലൊക്കെ നമ്മൾ നല്ലപോലെ തട്ടി കൊടുത്താൽ മതി. അതുപോലെ ഏറ്റവും കൂടുതൽ ഉറുമ്പ് വരുന്നൊരു ഭാഗം തന്നെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് വെക്കുന്ന ഭാഗമൊക്കെ. അപ്പോൾ അവിടെയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ അകത്തായാലും പുറത്തായാലും ഒട്ടും കെമിക്കലില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഉറുമ്പുകളെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുറുമ്പുകൾ വരുന്നൊരു ഭാഗമാണ് നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ്. അപ്പോൾ ഞാൻ ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ 4 കാല് വരുന്ന വശത്തും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.